ദൈവവചന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വാഗതം. ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ ഇരുന്ന് തിരുവെഴുത്തുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മനുഷ്യരെല്ലാവരും പലപ്പോഴും ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് ചുറ്റിക്കറങ്ങുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്: ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? മരണത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായി ഉത്തരം നൽകുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്, ബൈബിളാണ്. അതിൻ്റെ ഉത്തരം നിത്യജീവൻ എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ വചന ഭാഗമായിട്ട് നാം എടുത്തിരിക്കുന്നത് 1 യോഹന്നാൻ 5-ാം അധ്യായം 13 മുതൽ ഉള്ള വേദഭാഗങ്ങളാണ്. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഞാൻ ഇത് എഴുതുന്നത്. തീർച്ചയായും യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ വിശ്വാസ മക്കളെ ഓർപ്പിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും നിങ്ങൾ അറിയണം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ളത്. ഈ ഒരു ഉറപ്പ് കൊടുക്കേണ്ടതിനാണ് യോഹന്നാൻ എഴുതുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് പ്രസാദകരമായ എന്ത് നാം അപേക്ഷിച്ചാലും അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നതാണ് ദൈവസന്നിധിയിൽ നമുക്കുള്ള ആത്മവിശ്വാസം. 15-ാമത്തെ വചനത്തിൽ നാം അപേക്ഷിക്കുന്നത് എന്തും അവിടുന്ന് കേൾക്കുന്നു എന്ന് നമുക്കുറപ്പുള്ളതിനാൽ അപേക്ഷയൊക്കെയും നമുക്ക് ലഭിച്ചു എന്ന് തീർച്ചപ്പെടുത്താം. വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട വേദഭാഗമാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്, ദൈവമായിട്ടുള്ള അനന്തകാല ബന്ധം. ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ തുടക്കം. ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക, ദൈവത്തോടൊത്ത് നടക്കുക. ഇതൊക്കെയാണ് നിത്യജീവൻ പ്രാപിച്ച ആളുകളുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അത് മരണത്തിനപ്പുറം ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരു ജീവിതമല്ല. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ അവൻ്റെ ഹൃദയത്തിൽ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം തന്നെ ആരംഭിക്കുന്ന ഒരു ജീവിതമാണ് നിത്യജീവൻ്റെ ജീവിതം എന്ന് പറയും. ഒരിക്കലും നിത്യജീവൻ ഒരു മനുഷ്യനും തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നേടിയെടുക്കുവാൻ സാധ്യമല്ല. പുണ്യകർമ്മങ്ങൾ കൊണ്ട്, തീർത്ഥയാത്രകൾ കൊണ്ട് ഒന്നും ഒരിക്കലും ആർക്കും നേടിയെടുക്കുവാൻ പറ്റുന്നതല്ല നിത്യജീവൻ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാൽ അല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ ഒരു രോഗശാന്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയോ മാത്രമല്ല. യേശുവിലുള്ള വിശ്വാസം നിത്യജീവൻ്റെ അവകാശികളാകുവാൻ വേണ്ടിയാണ്. ഈ ലോകജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ അതിനാണ്. ദൈവ വചനം പറയുന്നു, നിത്യജീവൻ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പ് അത് നമുക്കെങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? നിത്യജീവൻ ഉള്ളവൻ ലോകത്തിൻ്റെ തിരക്കേറിയ സമയങ്ങൾക്കിടയിലും ശബ്ദകോലാഹലങ്ങൾക്കിടയിലും ദൈവശബ്ദം കേൾക്കുന്നവനാണ്. നിത്യജീവൻ ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം ഒരിക്കലും അധൈര്യപ്പെടുകയില്ല, ഭയത്താൽ നിറഞ്ഞതായിരിക്കത്തില്ല. അവൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നുള്ള ഉറപ്പുണ്ട്. അവൻ കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അവൻ പ്രത്യാശയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും നിത്യജീവൻ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേവലം ഒരു ആശയമല്ല, ഒരു തത്വമല്ല, ഹൃദയത്തിലെ ഒരനുഭവമായിട്ട് മാറണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിത്യജീവൻ കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് ദൈവത്തോടുള്ള ശാശ്വതമായ ബന്ധമാണ്. ഒരു വ്യക്തി നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞ് മാറുന്നവനായിരിക്കും. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവനായിരിക്കും. മറ്റുള്ളവരെയും സ്നേഹിപ്പാൻ അവൻ
സമർപ്പിതനായിരിക്കും. ജീവിതത്തിൽ രൂപാന്തരം വരുന്നില്ല എങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യജീവൻ ലഭിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അവനവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിത്യജീവൻ എനിക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പ് എന്താണ്? ദൈവവചനത്തോടുള്ള എൻ്റെ അടങ്ങാത്ത ദാഹം, അതിനുള്ള ആർത്തി, ആത്മാവിലുള്ള ദാരിദ്ര്യം, കർത്താവിനെ കൂടുതൽ അറിയണം, ദൈവത്തെ കൂടുതൽ അനുഭവിക്കണം എന്നുള്ള വിശപ്പും ദാഹവും, പ്രാർത്ഥനാനുഭവങ്ങൾ. ഒരു വ്യക്തി സമയം ലഭിക്കുമ്പോഴെല്ലാം നിത്യജീവൻ പ്രാപിച്ച അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തി പ്രാർത്ഥനാനുഭവമുള്ളവനായിരിക്കും. മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം ആ വ്യക്തിക്കുണ്ടായിരിക്കും. ആത്മാവ് താനും അവരോട് പറയും, നീ ഒരു ദൈവ പൈതലാണ്, നിത്യജീവൻ നിനക്കുണ്ട്, മാറ്റപ്പെട്ട ജീവിതം. ഇതൊക്കെ നമുക്ക് തെളിവുകളായിട്ട് പരിശുദ്ധാത്മാവ് തിരുവഴുത്തിലൂടെ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവനാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം, പാപത്തെ ഉപേക്ഷിക്കുന്ന, പാപത്തെ വെറുക്കുന്ന, ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു ജീവിത അനുഭവം. വാസ്തവത്തിൽ ഇത് പ്രാപിച്ചിട്ടുണ്ടോ? കേവലം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം യേശുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ലോകം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാം യേശുവാണ്. മരണത്തിനപ്പുറം കൈപിടിച്ച് നടത്തുവാൻ യേശുവിന് മാത്രമാണ് സാധ്യമാവുക. സ്വർഗീയപിതാവേ, നിൻ്റെ വചനത്തിനായ സ്തോത്രം. ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിത്യജീവൻ അവകാശപ്പെടുത്തിയില്ലെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവവേദലായി തീർന്ന നിത്യജീവൻ ഓഹരിക്കാരാകുവാൻ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ.